ഹലോ മക്കളെ, നമ്മുടെ ഫിസിക്സ് പരീക്ഷയ്ക്ക് നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. നിങ്ങൾക്ക് ഈ വളരെ കുറച്ച് സമയത്തിൽ പഠിച്ച് എന്തായാലും A+ വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് പറഞ്ഞോ. അത് വാങ്ങിച്ചെടുക്കാനുള്ള പ്ലാനും അതിന് വേണ്ടിയുള്ള ക്ലാസ്സുകളും ഞാൻ തരുന്നതായിരിക്കും. ഇതിനുവേണ്ടി നമ്മൾ 3 ലൈവാണ് SSLC ഫിസിക്സിന് വേണ്ടി വെച്ചിരിക്കുന്നത്. ഈ 3 ലൈവിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുത്ത് പങ്കെടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാനുള്ള സമയവും ഞാൻ തരുന്നതായിരിക്കും. A+ ഗ്യാരണ്ടീഡ് എന്ന് പറഞ്ഞാൽ 100% ഗ്യാരണ്ടീഡ് ആയിരിക്കും. ഓക്കെ, ഏതൊക്കെയാണ് സാർ 3 ലൈവ്? നാളെ 9 മണി രാവിലെ നിങ്ങൾ വരുന്നു. ഫുൾ ഫിസിക്സ് എല്ലാ പാഠങ്ങളും 7 പാഠങ്ങളും വിത്ത് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 6 മണിക്കൂർ കൊണ്ട് തീർക്കുന്നു. ഉച്ചയാകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 3 മണിയാകുമ്പോൾ നിങ്ങൾ ഫ്രീ ആയിരിക്കും. ആ 3 മണി മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കുത്തിയിരുന്ന് വീണ്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് റിവൈസ് ചെയ്യാം. എന്നിട്ട് വൈകുന്നേരം വരുന്നു 7:30 കംപ്ലീറ്റ് ഷുവർ ക്വസ്റ്റ്യൻസ്. SCRT വിട്ട സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ അടുത്തുണ്ട്. അതിന് ഏറ്റവും ചാൻസ് ഉള്ള ചോദ്യങ്ങൾ മോഡൽ എക്സാമിൽ, ഒഫീഷ്യൽ മോഡൽ എക്സാമിൽ കണ്ട ചോദ്യങ്ങൾ, ക്രിസ്മസ് എക്സാമിന്, പിന്നെ അതല്ലാത്ത ചോദ്യങ്ങളും കൂടെ നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും. ഓൾമോസ്റ്റ് ഒരു A ഗ്രേഡ് A+ കിട്ടാൻ വേണ്ടി ഇത് മാത്രം മതി. പക്ഷെ അത് ഉറപ്പിക്ക് പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇത് തന്നെയാണ് വരിക എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഈ ലൈവിൽ മുഴുവൻ എടുക്കുന്നത്. കാരണം ഈ ലൈവിൽ നിങ്ങൾക്ക് ഫുൾ സാധനം കിട്ടും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് A+ ഉറപ്പാക്കണമെങ്കിൽ എന്തെങ്കിലും 2 വീഡിയോയിലെ കുറച്ച് പ്രൊഡിക്ഷൻ ചോദ്യം ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ചോദ്യങ്ങൾ നോട്ട്സ് നോക്കി പോയാൽ നിങ്ങൾക്ക് A+ ഉറപ്പാക്കാൻ വരുമെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ കിട്ടാൻ ചിലപ്പോൾ കിട്ടായിരിക്കും. ഉറപ്പാക്കണമെങ്കിൽ ഫുള്ള് പഠിക്കണം. അത് ഫുള്ള് ഞാൻ പഠിപ്പിച്ച് തരും. അതിന് വേണ്ടി 2-3 ദിവസം എടുക്കുന്നില്ലല്ലോ. 6 മണിക്കൂർ ലൈവല്ലേ, വിത്ത് ബ്രേക്ക് പഠിക്കാം. നമുക്ക് ബ്രേക്കൊക്കെ എടുത്ത് പഠിക്കാം. എന്നിട്ട് ഈ ലൈവും കൂടെ അറ്റൻഡ് ചെയ്യുന്നു. എന്തായാലും വരാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളില്ല, അത് നമ്മൾ ചെയ്യുന്നു. മോർണിംഗ് ബൂസ്റ്ററിൽ ഇതെല്ലാം കൂടെ നമ്മൾ റിവൈസ് ചെയ്യുന്നു. ഫുൾ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? മൊത്തം 7 ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. പല കുട്ടികളും പ്രശ്നം വെച്ചാൽ വളരെ പഠിക്കും, പക്ഷെ ഭയങ്കര തലയിൽ ഇങ്ങനെ സാധനങ്ങൾ കയറി നിൽക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും മറന്നു. അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോർണിംഗ് ബൂസ്റ്റർ. അല്ലാണ്ട് പുതിയതായിട്ടൊന്നും നമ്മൾ പഠിക്കാൻ പോകുന്നില്ല, പുതുതായിട്ട് ചോദ്യങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. അത് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളായിരിക്കും മറക്കാൻ പോകുന്നത്. കാരണം ബ്രെയിനിന് ഒരു ലിമിറ്റ് ഉണ്ട്, സ്റ്റോർ ചെയ്യാൻ പറ്റും ഇത്രയും ചെറിയ ടൈമിൽ. അപ്പം റിവൈസ് ചെയ്യും, പരിപാടി തീർക്കും. സാർ ഇതൊക്കെ നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇന്നെന്താ ചെയ്യേണ്ടത്? ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, നാളത്തെ ഒരു ലൈവിൽ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞതാണ്. പല കുട്ടികളും ഒന്നും അറിയാതെ സാറേ വന്ന് പഠിപ്പിച്ചു തരും എന്ന് പറഞ്ഞു വരും. അത് വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കളിയാണ്. നിങ്ങൾ നാളെ വരേണ്ടത് നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പണി എടുത്തിട്ട് ഒരു റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അറിയാത്ത കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം. അറിയുന്ന കാര്യങ്ങളും, അതായത് എന്നൊക്കെ പഠിച്ച കാര്യമില്ല അതുപോലും നിങ്ങൾ പഠിക്കാതെ നാളെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം മൊത്തം ഞാൻ പഠിപ്പിക്കും. പരീക്ഷയിൽ ഇത് മൊത്തം വരികയും ചെയ്യും. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയും ചെയ്തുകൊണ്ടോ പരീക്ഷയിൽ വന്നു, ഈ ലൈവിൽ നിന്ന് വന്നു, ആ ലൈവിൽ നിന്ന് വന്നു എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് കുത്തിയിരുന്നിട്ട് സ്വന്തം പഠിച്ചിട്ട് വരണം. സാർ എനിക്ക് ഒന്നും അറിയില്ലെങ്കിലോ? അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു ലൈവിൽ ഫുൾ സാധനം ഷോർട്ടായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരു 4 മണിക്കൂറിൽ. അതെങ്കിലും ഒരു 2x ഇട്ട് ഇന്ന് കാണുക, എന്നിട്ട് പഠിക്കുക. ഓൾറെഡി നിങ്ങളുടെ അടുത്ത് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സെൽഫ് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു വർക്കില്ല, അത് ചെയ്തിട്ട് നാളെ റിവിഷന് വേണ്ടി രാവിലെ വരിക. അതാണ് ഏറ്റവും എഫക്റ്റീവ്. ഇനി പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ലൈവ് എന്ത് ചെയ്യുക? 1 മന്ത് എടുത്ത് നമ്മൾ ലൈവ് സെക്ഷനിൽ പോയി കാണാൻ പറ്റും. അതൊന്ന് കണ്ടിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാകും. അപ്പം നിങ്ങളുടെ ബെനിഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു വർക്ക് ചെയ്ത് നാളെ എന്ത് ചെയ്യുക? രാവിലത്തെ 6 hour ലൈവിൽ വരിക, നമ്മൾ പൊളിക്കും, തകർക്കും. ഓക്കെ, അത്രേ പറയാനുള്ളൂ. അങ്ങനെ പഠിച്ചാലേ നമുക്ക് A+ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് A+ ഉറപ്പാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തംബ്നെയിൽ ഇപ്പോൾ ഞാൻ തന്നെ പോകും A+ കിട്ടുന്നില്ല. പക്ഷെ അത് ഉറപ്പല്ല. ഉറപ്പാണെങ്കിൽ ഈ പ്രോസസ്സിലൂടെ തന്നെ പോകണം. അത് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് നാളെ രാവിലെ 9 മണിക്ക് കാണാം. ഞാനുണ്ടാവടോ. ശരി.